വിദ്യാർത്ഥികളുടെ മൃതദേഹം വീട്ടിലെത്തിക്കുന്നതാണ് ഇപ്പോഴത്തെ ഓരോ കോളേജുകളുടെയും ദൗത്യം. അതറിയോ നിങ്ങൾക്ക്? അതെ, കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ കേരളത്തിൽ നടന്ന 2 കേസുകൾ. MA കോളേജ് കോതമംഗലം, ഓച്ചിറ നഴ്സിംഗ് കോളേജ്. രണ്ടും 2 ഫീൽഡാണ്, രണ്ടും 2 സ്ഥലങ്ങളാണ്, രണ്ടും 2 ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്. പക്ഷെ കാരണം ഒന്നാണ്. 2 വിദ്യാർത്ഥികളും ആത്മഹത്യ ചെയ്യാൻ കാരണം ഒന്ന്. അക്കാഡമിക് പ്രഷർ, ഹറാസ്മെന്റ്, ഹ്യൂമിലിയേഷൻ, സ്ട്രെസ്. ഒരു കോളേജ് ആ കോളേജിലെ മാർക്കിനും ഡിസിപ്ലിനും അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷനും റൂളും മെയിൻറ്റെയിൻ ചെയ്യാൻ കൊടുക്കുന്ന അത്രയും ഇമ്പോർട്ടൻസ് പോലും ഒരു വിദ്യാർത്ഥികളുടെ വെൽബീങ്ങിനും മെന്റൽ ഹെൽത്തിനും കൊടുക്കുന്നില്ല. എന്താണ് നമ്മുടെ ചുറ്റിനും നടക്കുന്നത്? എങ്ങനെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നന്നാവും? MA കോളേജിലെ വിദ്യാർത്ഥി എന്ന് പറയുന്നത് മിച്ചി എന്ന് പറയുന്ന അരുണാചൽ പ്രദേശ് വിദ്യാർത്ഥിയാണ്. എന്ത് ഹോപ്പും എന്ത് ഈ പറയുന്ന പോലെ ആഗ്രഹമായിട്ടായിരിക്കും അരുണാചൽ പ്രദേശിൽ നിന്ന് മിച്ചി ഈ കോളേജ് വരെ എത്തിയത്. ആൻഡ് വാട്ട് ഹാപ്പൻഡ്? അവൻ ശവശരീരമായി തിരിച്ചു പോകേണ്ടി വന്നു. മിച്ചിയുടെ കോളേജിൽ സംഭവിച്ചത്, മിച്ചി ഇയർ ബാക്ക് ആവുമ്പോഴുള്ള പേടി. 1 മാസമായി മിച്ചിനെ കോളേജിൽ കയറ്റിയിട്ട് കോളേജുകാർ ആ കോളേജിൽ തന്നെ 1000 രൂപ, പുറത്തുള്ള കോളേജുകൾ 1000 രൂപ ഇംപ്രൂവ്മെന്റിന് വാങ്ങുമ്പോൾ ആ കോളേജ് വാങ്ങുന്നത് 6000 രൂപ. ആൻഡ് ഫോർ പ്രാക്ടിക്കൽസ് 9000 രൂപ. എന്തൊക്കെയാ നമ്മുടെ ചുറ്റിനും നടക്കുന്നത്? ഓട്ടോണമസ് കോളേജ് ആണെന്ന് വെച്ച് എന്ത് അധികാരവും കാണിക്കാമെന്നാണോ? എന്ത് അഹംഭാവവും കാണിക്കാമെന്നാണ്? ആൻഡ് വാട്ട് ഹാപ്പൻ ടു അഹമ്മദ്, ഓച്ചിറ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥി? ഒരു പേപ്പർ പോയതിന്റെ പേരിൽ ഫാക്കൽറ്റീസ് ഹറാസ് ചെയ്തത് സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി. ഇത് ഇത്രയും സംഭവിച്ചെന്ന് വെച്ചിട്ട് ഈ കോളേജസ് അടച്ചു പൂട്ടും എന്നാണോ? കുറച്ച് കുട്ടികൾ, അതായത് പാർട്ടി പ്രവർത്തകരായ കുറച്ച് കുട്ടികൾ ഈ പറയുന്നത് പോലെ സമരം ചെയ്തുകൊണ്ട് വാട്ട് ഹാപ്പൻസ്? അവർക്ക് ഈ വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് അവർ ഈ പറയുന്ന പോലെ ഫാക്കൽറ്റീസിനെ സസ്പെൻഡ് ചെയ്യും. 1 മാസത്തേക്കോ 2 മാസത്തേക്കോ. തിരിച്ച് എവറിത്തിങ് ബിക്കംസ് നോർമൽ. ദിസ് ഷുഡ് ബി ഈ പറയുന്നത് പോലെ എല്ലാവരും അറിയണം. ഇനി പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ അറിയണം, അവരുടെ മാതാപിതാക്കൾ അറിയണം, എഡ്യൂക്കേഷൻ സിസ്റ്റം, ദി കോർ എഡ്യൂക്കേഷൻ സിസ്റ്റം അറിയണം. ഇതിനെതിരെ ഈ പറയുന്നത് പോലെ ഒരു ആക്ഷൻ എടുക്കണം. ഇത് സംഭവിച്ചെന്ന് വെച്ചിട്ട് വീട്ടുകാർക്ക് നഷ്ടം, അവന് നഷ്ടം, അവന്റെ സഹപാഠികൾക്ക് നഷ്ടം. ഈ കോളേജുകൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ഈ കോളേജുകൾക്ക് ഒരു നഷ്ടവും സംഭവിക്കാത്ത കാലത്തോളം ഇത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി ഒരുപാട് ജീവനുകൾ പൊലിയുന്നത് നമ്മൾ കാണേണ്ടി വരും.